നമ്മളിപ്പോ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ വിചാരിക്കുന്നുണ്ടാകും ഇതെനിക്ക് കൊടുക്കണ്ട, അല്ലെങ്കിൽ എനിക്കിത് ഉം, എൻ്റെ കയ്യിൽ തന്നെ വേണം. അതായത് നിങ്ങൾക്ക് കൊടുക്കാൻ മനസ്സില്ലാത്ത എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിലുണ്ടാവും. എന്ന് പറയുന്നത് പോലെ തന്നെ അസംബിൾ ചെയ്തതിന് ശേഷം ആ, കൊടുക്കണ്ട എന്ന് തോന്നിയ, അതായത് എനിക്ക് തന്നെ ഉപയോഗിക്കാം എന്ന് തോന്നിയ ഒരു സിസ്റ്റമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. അതായത് ഞാൻ ചെയ്തിട്ടുള്ള സിസ്റ്റങ്ങളിൽ, അതായത് 2.1 ആയാലും 5.1 ആയാലും ചെയ്തിട്ടുള്ള ആംപ്ലിഫയറുകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് മോഡലുകളുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങളെ ഈ പരിചയപ്പെടുത്തുന്ന ഈ ഒരു ആംപ്ലിഫയർ, ഇത് ഒരു 2.1 ആംപ്ലിഫയർ ആണ്. സബ് 200 വാട്ട്സും ചാനൽ 100 വാട്ട്സും വെച്ചിട്ടുള്ള ഒരു 2.1 ആംപ്ലിഫയർ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബോർഡ് ഇട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതായത് TDA7294ന്റെ IC വെച്ചിട്ടുള്ള ബോർഡാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് 2.1 ബോർഡാണ്. പക്ഷേ ഇത് അസംബിൾ ചെയ്തു വന്നതിന് ശേഷം ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അസാധ്യ ഔട്ട്പുട്ടാണ്. നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഗ്രം ക്വാളിറ്റി. നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ അറിയാം, TDAയുടെ IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നല്ല ഓഡിയോ ക്വാളിറ്റി, അതായത് വോക്കലിന് നല്ല ബെസ്റ്റ് ആണ് ഈ TDA ICകൾ. അതിനകത്ത് 7265, 7294 ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് ഓഡിയോ ക്വാളിറ്റി തരുന്ന ഒരു IC ആണ്. പക്ഷെ ഇതിനകത്ത് ഞാൻ മോണോ സബിന്റെ സെക്ഷൻ ഞാൻ ചെയ്യുന്നത് ഇപ്പോഴാണ്. നല്ല ക്വാളിറ്റി, നല്ല പഞ്ച് ബേസും അതേപോലെ തന്നെ നല്ല ഒരു വോക്കൽ ക്വാളിറ്റി എനിക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ആംപ്ലിഫയർ ആയിട്ട് ഇത് മാറിയിരിക്കുകയാണ്. നിങ്ങൾക്കൊരു ടവറൊക്കെ ഫ്ലോ സ്റ്റാൻഡ് ഒക്കെ ഇതിൽ കൊടുക്കാൻ പറ്റും. സബ് ആണെങ്കിൽ JBL ഒക്കെ നിങ്ങൾക്ക് നല്ല അസാധ്യമായിട്ട് ഈസി ആയിട്ട് തന്നെ ഇതിൽ ലോഡാകും. നല്ല ഒരു ഓഡിയോ ക്വാളിറ്റി തരുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു TDAയുടെ 7294 വെച്ചിട്ടുള്ള 2.1 ബോർഡാണ്. പിന്നെ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ 10 ആംപിയറിന്റെ 18/018ന്റെ 10 ആംപിയർ ട്രാൻസ്ഫോമർ ആണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 2.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ഫ്രണ്ട് ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം ചെയ്ത് വരുന്ന ഒരു മോഡലിലെ ലുക്ക് തന്നെയാണ്. ഗ്ലോസി മാറ്റ് ഫിനിഷ് ആണ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിൽ മാസ്റ്റർ വോളിയവും മറ്റൊരു സൈഡിൽ സബിന്റെ വോളിയം കൺട്രോളറും. അതേപോലെ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്ലൂടൂത്ത് മോഡ്യൂൾ G-Starന്റെ 062 അതുകൊണ്ട് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ആംപ്ലിഫയറിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ആംപ്ലിഫയറിന്റെ ഉൾവശം വരുന്നത് എങ്ങനെയാണ്? നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പവർ സപ്ലൈ സ്റ്റേജിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നമ്മൾ നല്ല ഒരു വലിയ നല്ല അടിപൊളി ഒരു സ്ട്രെങ്ത് ഉള്ള നല്ല ഒരു ട്രാൻസ്ഫോമർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് വരുന്ന ടാപ്പിങ് 18/018 10 ആംപിയർ ആണ് ഇതിൻ്റെ ടാപ്പിംഗ് വരുന്നത്. നമ്മൾ പിന്നെ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. 2.1 നമ്മൾ സ്ഥിരം കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ തന്നെയാണ്. നമ്മളുടെ ബോർഡ് ഇതാണ് ഫ്രണ്ട്സ്. ഇത് D-Techന്റെ ബോർഡാണ്. D-Techന്റെ ബോർഡിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇൻബിൾട്ടായിട്ട് തന്നെ പവർ സപ്ലൈ സ്റ്റേജ് ഉണ്ട്. ഇത് 4 കപ്പാസിറ്റർ 4750 വോൾട്ടിൻ്റെ 4 കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ടുള്ള ഒരു പവർ സപ്ലൈ സ്റ്റേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ട്രാൻസ്ഫോമറിൽ നിന്നും 18/018ൻ്റെ ടാപ്പിംഗ് ഡയറക്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് സോൾഡർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഇവിടെ സ്റ്റീരിയോ ഇൻപുട്ട്, ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട് വരുന്നുണ്ട്. പിന്നെ സബിൻ്റെ ഇൻപുട്ട് ഇവിടെ വരുന്നുണ്ട്. പിന്നെ നല്ല ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഹീറ്റ് സിങ്ക് ഇവർ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഹീറ്റ് സിങ്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഈ ഒരു ആംപ്ലിഫയർ ബോർഡിന്, ഈ ഒരു 2.1 ബോർഡിന് ഇത്രയും നല്ല ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പിന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഒരു സബ് ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. ഇത് എക്സ്ട്രീം ആമിൻ്റെയാണ്. നല്ല ഇത് ക്ലാസ് D കമ്പോണൻസ്, അതായത് SMD കമ്പോണൻസ് ആണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വലുപ്പക്കുറവുണ്ട്. നമുക്ക് യൂസ് ചെയ്യാൻ കൊണ്ട് വളരെ എളുപ്പമാണ്, സിമ്പിളാണ്. അതുമാത്രമല്ല നല്ല ഒരു സബിൻ്റെ ആണെങ്കിൽ ശരി, നമുക്കൊരു നല്ല ഒരു ഫ്രീക്വൻസിയും ഗെയിനും നമുക്ക് ഈ ഒരു ബോർഡിൽ നിന്നും കിട്ടുന്നുണ്ട്. നല്ല ഐറ്റമാണ്, നല്ല ബോർഡാണ്. പിന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബാസ്റ്റബിൾ ബോർഡ് എന്ന് പറയുന്നത് SD ഓഡിയോസിൻ്റെ ആണ്. SD ഓഡിയോസിൻ്റെ ഒരു ബാസ്റ്റബിൾ ബോർഡാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ബാസും ട്രബിളും മാസ്റ്റർ വോളിയും ആണ് ഈ ഒരു ബോർഡിൽ വരുന്നത്. പിന്നെ നമ്മൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ടുകളും ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഷീൽഡ് വയർ ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സീറോ നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നോയ്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനേ പറ്റില്ല. അത്രയ്ക്ക് നല്ല ക്ലിയർ വോയിസ് ആണ് വരുന്നത്. ഹമ്മിങ്ങോ അല്ലെങ്കിൽ എർത്ത് നോയ്സോ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഈ ഒരു ആംപ്ലിഫയറിലില്ല. നമ്മൾ മാക്സിമം വയറിങ്ങുകളൊക്കെ നമ്മൾ ഒതുക്കി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ കൂടുതൽ ഭംഗിയിലേക്ക് നമുക്ക് പോകാൻ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നോയ്സ് പോലുള്ള പ്രശ്നങ്ങൾ അവിടെയാണ് ഉണ്ടാവുക. അതായത് നമ്മൾ ഈ പവർ സപ്ലൈ സ്റ്റേജിൽ നിന്നും പോകുന്ന വയറുകളും കാര്യങ്ങളും ഒക്കെ പോകുമ്പോൾ
നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടി നമ്മൾ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് വയറുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും തീർച്ചയായും നമുക്ക് നോയ്സ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം നമ്മൾ നല്ല രീതിയിൽ നമുക്ക് നല്ല ഔട്ട്പുട്ടാണെന്ന് നമുക്ക് മുഖ്യം. ആംപ്ലിഫയറിൻ്റെ ഇൻറ്റീരിയർ അല്ല നമുക്ക് വലുത്, നമുക്ക് അതിൽ നിന്നും കിട്ടുന്ന ഔട്ടാണ് എപ്പോഴും നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ വയറിംഗ് ഒക്കെ നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഷീൽഡ് വയർ ഉപയോഗിച്ചിട്ടുണ്ട്, സ്ലീവ് ഒക്കെ ഇട്ട് നല്ല രീതിയിൽ 0.5 mm 1 സ്ക്വയർ വയറും ഒക്കെ ഇട്ടാണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ വയറിംഗ് ചെയ്യുന്നത്. ഇതിൻ്റെ നല്ല നമ്മൾ ഏതിൻ്റെ ചെയ്താലും ഏത് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നമ്മൾ ചെയ്താലും വയറിംഗ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല വയറുകൾ തന്നെ ഇട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു കൂളിംഗ് ഫാൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒറ്റ ബോർഡ് ആയതുകൊണ്ട് ഒരു ഫാനിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള ടാപ്പിങ്ങുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ചെറിയൊരു പവർ സപ്ലൈയുടെ സെക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ സബ് ഫിൽറ്റർ ബോർഡിന് വേണ്ടിയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ആംപ്ലിഫയറിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് ഫ്രണ്ട്സ്, നമ്മുടെ ഇതിൻ്റെ ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകുന്നുണ്ട്. നമുക്കിവിടെ ഒരു ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു AC കോഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യാബിനറ്റിൽ ഇവർ ഇതിൻ്റെ ഒന്ന് മാറിപ്പോയിട്ടുണ്ട്, അവരുടെ ആ ഒരു മെൻഷൻ ചെയ്തിരിക്കുന്നത് ഒന്ന് മാറിപ്പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് സോക്കറ്റ് കൊടുത്തിരിക്കുന്ന പുഷ് ടൈപ്പ് സോക്കറ്റാണ്. ഫ്രണ്ട് ലെഫ്റ്റിനും റൈറ്റിനും സബിനും വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇത് ഫാനിൻ്റെ ഗ്രില്ല് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, നമ്മളിവിടെ ഒരു 6 RCA കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ബാമ്പിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പോൾ ഇതുപോലുള്ള സിസ്റ്റം നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോമേ ഉടനെ എത്തുന്നതായിരിക്കും. ഗുഡ് ബൈ.